കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് സെൻസേഷൻ ആവില്ലല്ലോ. ഒരു ന്യൂസ് സെൻസേഷൻ ന്യൂസ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? അവിടെ അത്യാഹിതം സംഭവിക്കുമ്പോഴാണ്. അത് വാർത്തയായി കഴിഞ്ഞാൽ ഹാഷ്ടാഗ് ഇട്ട് മീഡിയയുടെ അറ്റൻഷൻ കിട്ടേണ്ടത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയും വന്നിരുന്ന് ചർച്ചിക്കേണ്ടത് അവിടെ മരണം സംഭവിച്ചിട്ടല്ല. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ്സ് ടോക്സ്. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഒരു നാടിനെ തന്നെ നശിപ്പിച്ചേക്കാവുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എറണാകുളത്ത് പൂക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഏരിയ ഫുള്ള് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറച്ചിട്ട് കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ അധികാരികൾ വരുമെന്ന് മനസ്സിലായപ്പോൾ ആ പ്ലാസ്റ്റിക് മാലിന്യത്തെ കത്തിച്ച് കളഞ്ഞൊരവസ്ഥ. ആ ഏരിയയുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ. ഈ ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മാധ്യമങ്ങളായിക്കോട്ടെ, സർക്കാർ ആയിക്കോട്ടെ, അധികാരികളായിക്കോട്ടെ, ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവണം. ഇഷ്യൂ ഇൻ ദ സെൻസ് മരണം സംഭവിക്കണം. അല്ലാതെ എത്രമാത്രം നമ്മൾ ചൂണ്ടിക്കാണിച്ചാലും ആരും കണ്ണ് തുറക്കില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നത്തിൽ എറണാകുളത്ത് പൂക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്, അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. PY ജോസ് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകൻ. അദ്ദേഹം അനുഭവിക്കുന്ന, അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന, അദ്ദേഹത്തിന്റെ അയൽക്കാർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണിത്. കഴിഞ്ഞ ദിവസം ജോസേട്ടന്റെ വീടിനടുത്ത് ഈ ഡംപ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അവിടെ മെഡിക്കൽ വേസ്റ്റ് ഉണ്ട്, അവിടെ മറ്റു പലതരം വേസ്റ്റുകളുണ്ട്, ഒപ്പം പ്ലാസ്റ്റിക്കും ഉണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയും ബന്ധപ്പെട്ട ആളുകൾ വന്ന് ആ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് കണ്ടിട്ട് അത് പൂട്ടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവരതിന് തയ്യാറാവാതെ ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നുള്ളതും നമുക്കറിയാം. അത് കത്തിക്കൂടി ചെയ്താൽ 10 മടങ്ങായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അപ്പൊ അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് ജോസേട്ടനും കുടുംബവും നേരിടുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവരുടെ ഭീഷണി, അവരുടെ വെല്ലുവിളി, ഇതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും ഈ കുടുംബം ജീവിക്കുന്നത്. മാധ്യമങ്ങളെ അറിയിച്ചപ്പോൾ അവിടുന്ന് അനുകൂലമായ മറുപടികൾ ലഭിച്ചില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് സെൻസേഷൻ ആവില്ലല്ലോ. ഒരു ന്യൂസ് സെൻസേഷൻ ന്യൂസ് ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? അവിടെ അത്യാഹിതം സംഭവിക്കുമ്പോഴാണ്. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുൻപ് അത് വാർത്തയായി കഴിഞ്ഞാൽ ആ അത്യാഹിതം ഒഴിവാക്കാൻ സാധിക്കും. അതിനാർക്കും താല്പര്യമില്ല. നമുക്കിവിടെ ജോസേട്ടൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. എന്താണ് അവരവിടെ അനുഭവിക്കുന്ന പ്രശ്നം? ശരിക്കും ബന്ധപ്പെട്ട ആളുകൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു നാട് തന്നെ വൻ ദുരന്തമായിട്ട് മാറാം. നമുക്ക് ജോസേട്ടന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ PY ജോസ്. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇടുന്നുള്ള കാരണം എന്ന് പറയുന്നത്, എന്റെ താമസ സ്ഥലത്തിന് അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്ലാസ്റ്റിക് ഗോഡൌണിന് തീപിടിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന ഒരു ഗോഡൌൺ. ഇത് അവിടെ കൊണ്ട് ഏതാണ്ട് 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കൊണ്ട് ഇത് ഡംപ് ചെയ്തിട്ട് അവിടെ നിന്ന് വേർതിരിക്കുന്നത് എന്തൊക്കെയോ ചെയ്യുന്നത്. അവിടെ പ്ലാസ്റ്റിക് ഉണ്ട്, ജിപ്സം പൊടിയുണ്ട്, അതിന്റെ വേസ്റ്റ് ഉണ്ട്, കോൺക്രീറ്റ് വേസ്റ്റ് ഉണ്ട്, ആശുപത്രി മാലിന്യങ്ങളുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്ത് ഏതാണ്ട് 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇതുകൊണ്ട് ഡംപ് ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ വേർതിരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് ഗോഡൌണിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഡംപ് ചെയ്യുന്ന ഈ ആടിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞൊരു ബഷീർ ആണ്. ബഷീർ കൊരങ്ങാട്ടുമൂല എന്നാണ് അറിയപ്പെടുന്നത്. വീട്ടുപേര് കൃത്യമാണെന്ന് അറിയില്ല. ബഷീർ എന്ന് പറഞ്ഞ ആളുടെ ഉടമസ്ഥതയിലാണ് ഈ സ്ഥലമുള്ളത്. ഒരു 3-3.5 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ താഴെയായിട്ടാണ് ഈ ജോസേട്ടനും കുടുംബവും ഒപ്പം മറ്റ് അയൽക്കാരായിട്ടുള്ള ആളുകളും താമസിക്കുന്നത്. അപ്പോൾ ഈ ബഷീറിന്റെ പറമ്പിലാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മെഡിക്കൽ വേസ്റ്റുകളും ഈ കോൺക്രീറ്റ് വേസ്റ്റുകളും ഒക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇവരെന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്ത് എന്തൊക്കെയോ ആക്കി മാറ്റി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അത് അവിടെയുള്ള ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ കംപ്ലൈന്റ് കൊടുക്കുകയും അത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അതിന്റെ ഫലമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഇവരങ്ങ് കത്തിച്ചു കളഞ്ഞു. കത്തിച്ചപ്പോൾ ആ പുക ശ്വസിച്ചിട്ട് ജോസേട്ടന്റെ കുടുംബത്തിലുള്ളവർക്ക് ഉൾപ്പെടെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. ബാക്കി കേൾക്കാം. അദ്ദേഹത്തിന് ഇവിടെ ഏതാണ്ട് 3 ഏക്കറുള്ള സ്ഥലമുണ്ടെന്ന്. അതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ഞങ്ങൾ കുടുംബങ്ങൾ താമസിക്കുന്നത്. അതിൽ തുടങ്ങി ഒരു ഏക്കർ കണക്കിന് 100 കണക്കിന് ഏക്കർ വരുന്ന പാടശേഖരമാണ്. അപ്പം ഈ കൃഷി ചെയ്യാതെ കിടക്കുന്ന പാടശേഖരത്തിൽ ഏതായാലും അവിടെ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് ഒരു 4 അടി 5 അടിയൊക്കെ വെള്ളം ഉണ്ടാവുകയും അതിന്റെ പിൻബലത്തിലാണ് ഇവിടെയുള്ള മറ്റുള്ള വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിണറുകളും ബാക്കിയുള്ള ഇതെല്ലാം ചാർജ് ചെയ്യപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. ഏതായാലും ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന്, എൻ്റെ വീടിനോട് ചേർന്ന് ഒരു കുളമുണ്ടായിരുന്നു. ഞാനിവിടെ താമസത്തിന് വരുന്ന സമയത്ത് അതൊരു കുളമായിരുന്നു, ഉപയോഗിക്കാത്തൊരു കുളം. പക്ഷെ അതിനു മുൻപ് ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ടുകൾ ഇവിടെയുള്ള ഈ നാട്ടിലുള്ള ആളുകൾ കുളിക്കുന്നതിനും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങൾ കഴിയുന്നതിനും വേണ്ടി ഉപയോഗിച്ചിരുന്ന, ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നു. ആ കുളത്തിന്റെ കരയിലേക്ക് കൊണ്ടുവന്ന് ഈ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങളും ഒപ്പം തന്നെ ഈ സിമെന്റ്, ജിപ്സം അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ട് തള്ളി പല പ്രാവശ്യം ഞങ്ങൾ അതിന് പരാതി കൊടുത്തതാണ്. പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പഞ്ചായത്ത് മെമ്പറോട് നേരിട്ട് പറഞ്ഞു. പക്ഷെ അതിനൊന്നും ഒരു നടപടി ഉണ്ടായില്ല. ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ കൊണ്ട് ഇവർ ഈ സിമെന്റും ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് ഡബി അതിന് മുകളിൽ കുറച്ച് മണ്ണും പാറും. ഇതിങ്ങനെ ആ കുളം ഇപ്പോൾ ഒരു 80% അതിൽ നികന്നുപോയി. ആ കുളം ആ ഒപ്പമാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഗോഡൌണിന് തീ പിടിച്ചത്. ഈ തീ പിടിക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ
അത് ഞങ്ങൾ വീണ്ടും പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ അന്വേഷണം ഉണ്ടാകുകയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ബഷീറിനോട് പഞ്ചായത്തിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട ദിവസം അന്ന് വെളുപ്പിന് 3:30-ക്കാണ് ഇതിന് തീ പിടിക്കുന്നത്. ആലോചിച്ച് നോക്കുക, പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പഞ്ചായത്തിലെ ആളുകൾ ഇവരോട് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ 3:30-ക്കാണ് തീ പിടിക്കുന്നത്. ഇന്ന് ഹാജരാവൻ പറയുന്നു ഇന്ന് ഏർലി മോർണിംഗ് 3:30-ക്ക് ഗോഡൌണ് തീ പിടിക്കുന്നു. ഉറപ്പായിട്ടും അത് കത്തിച്ചതാവാനാണ് സാധ്യത. എന്നിട്ട് മറ്റു കാരണങ്ങൾ പറയാമല്ലോ. അപ്പോൾ എത്രമാത്രമാണ് നിയമത്തെയും അധികാരികളെയും ഇവർ വെല്ലുവിളിക്കുന്നത്? അതിനുശേഷം എന്താ സംഭവിച്ചത് നമുക്ക് കേൾക്കാം. ഇതുപോലെ തന്നെ എന്റെ വീടിനോട് ചേർന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യത്തിനും ഇവർ തീയിട്ടു. ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ ഇവിടെ ഒരു വീട് കയറി താമസം ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കത്തിക്കുന്നതിന് വേണ്ടി പിന്നെ കുറച്ച് തൈ കൂടി ഇട്ട് കത്തിച്ചോളുന്നത്. ഏതായാലും മിനിങ്ങാന്ന് രാത്രി തുടങ്ങി ഇന്നലെ വൈകുന്നേരം 5 മണി വരെ വന്ന് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ തീ അണപ്പിക്കുന്നത് വരെ ഈ പ്ലാസ്റ്റിക് മാലിന്യം കത്തി പ്രദേശത്ത് മുഴുവൻ ഇതിന്റെ പുക നിറഞ്ഞു നോക്കുകയായിരുന്നു. ആലോചിക്കുക, നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുപാടും വെറുതെ വേസ്റ്റ് കത്തിക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന പുക എത്രമാത്രം ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ദിവസം മുഴുവനായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു, അതിന്റെ പുക ശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് എത്രമാത്രം പരിതാപകരമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്തവന്മാർ എത്രമാത്രമാണ് നിയമത്തെ വെല്ലുവിളിക്കുന്നത്. അതിനെതിരെ നടപടി സ്വീകരിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഒന്നുകിൽ സ്വാധീനം അല്ലെങ്കിൽ കാശ്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇതിന് ശേഷം ജോസേട്ടനെയും ജോസേട്ടന്റെ മകളെയും നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തായി എന്ന് ചോദിച്ചതും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന രീതിക്ക് ഇവരെ വെല്ലുവിളിക്കാൻ തയ്യാറായത്. അവർക്ക് അത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇവിടെ കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു 250 മീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു 10-50 വീടുകളുണ്ട്. മാത്രമല്ല ഈ പ്ലാസ്റ്റിക് മാലിന്യം കത്തിയും കത്താതെയും കിടക്കുന്ന ഇതിന്റെ മുഴുവൻ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒഴുകി ഇറങ്ങി വരുന്നത് ഈ പാടശേഖരത്തേക്കാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും കുടിവെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടാനുള്ള അവകാശമുള്ളത് തന്നെ. ആ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഈ നടപടി ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യം കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റിക്കളഞ്ഞേ പറ്റൂ. അതിനുവേണ്ട നടപടി അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ഇക്കാര്യത്തിൽ നല്ലവരായ എല്ലാ ആളുകളും എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നലെ വീണ്ടും ഇവിടെ ഈ പുക ശല്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യത്തിന് പുക കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ പോലീസ് സ്റ്റേഷനുമായിട്ടും പഞ്ചായത്ത് അധികൃതരുമായിട്ടും ബന്ധപ്പെടുകയും തൽഫലമായിട്ട് ഈ ബഷീറിന്റെ അളിയൻ എന്ന് പറയുന്ന ഷംസുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേട്ടത്. അദ്ദേഹവും കണ്ടാലറിയാവുന്ന 2-3 ആളുകളും ബഷീറിന്റെ ജ്യേഷ്ഠൻ കൂടി വന്ന് എന്നെയും എന്റെ മകളെയും വടിയിൽ വെച്ച് അപഹസിക്കുകയും പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ഞങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യും, നിങ്ങളാണ് കൊണ്ട് ഇതിന് തീയിട്ടത്, ഞങ്ങളുടേതല്ല, നിങ്ങൾ കൊണ്ട് രാത്രി കൊണ്ട് വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് തീയിട്ടതാണെന്ന് ഞങ്ങൾ പറയും, നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തിട്ട് എന്തായി, നീ വിളിച്ചു പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞ് ഞങ്ങളോട് തട്ടിക്കയറുകയും നിങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും, അത് മാത്രമല്ല അതിനുശേഷം പരസ്യമായിട്ട് അയാൾ പ്രഖ്യാപിച്ചു ഞങ്ങൾ ഇനിയും കൊണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടും, ഇനിയും തീയും കത്തിക്കും, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഒരു ഭീഷണി കൂടി ഇപ്പോൾ നിലനിൽക്കുന്നു. ബഷീറിന്റെ അളിയൻ ഷംസുദ്ദീൻ അയാൾ വന്നിട്ടാണ്, ബഷീർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണ്, അയാളുടെ അളിയനായ ഷംസുദ്ദീൻ വന്നിട്ടാണ് ജോസേട്ടനോടും ജോസേട്ടന്റെ മകളോടും ദേഷ്യപ്പെട്ടതും ഭീഷണിപ്പെടുത്തിയതും. ജോസേട്ടന്റെ മകളൊരു അഡ്വക്കേറ്റാണ്, ഹൈക്കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പോലും വെല്ലുവിളിക്കാൻ ഇയാൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് കാശിന്റെയോ സ്വാധീനത്തിന്റെയോ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെതിരെ അധികാരികളോ മീഡിയയോ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഏരിയയിലുള്ള ജനങ്ങൾ മുഴുവൻ അസുഖബാധിതരായി മാറുകയും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയും ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. മരണം സംഭവിച്ചിട്ടല്ല ഹാഷ്ടാഗ് വിട്ട് മീഡിയയുടെ അറ്റൻഷൻ കിട്ടേണ്ടത്. വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയും വന്നിരുന്ന് ചർച്ചിക്കേണ്ടത് അവിടെ മരണം സംഭവിച്ചിട്ടല്ല. ഇത്തരമൊരു വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും മീഡിയ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. പല മീഡിയ പ്രവർത്തകരും വിളിച്ച് സംസാരിച്ചു, ഞങ്ങൾ വരാം, ഞങ്ങൾ വിളിക്കാം എന്ന് പറയുന്നതല്ലാതെ ഒരാളും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? മീഡിയ പ്രാധാന്യമില്ലാത്ത വിഷയമല്ലേ. പക്ഷെ മീഡിയയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും എപ്പോ? അവിടെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ. ആ മരണം സംഭവിക്കുന്നത് വരെ മീഡിയയ്ക്ക് അത് പ്രാധാന്യമുള്ള വിഷയമായിരിക്കില്ല. അപ്പൊ ഇതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. എന്റെ പ്രിയപ്പെട്ട റിയാക്ഷൻ വ്ളോഗേഴ്സിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വിഷയത്തിൽ മീഡിയ ഇടപെടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു. മീഡിയയുടെ ഒരു രീതിയിലുള്ള ഇടപെടലും അവിടെ നടന്നതായിട്ട് ഇതുവരെ അറിവില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ പ്രതികരിക്കാൻ പറ്റും. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ വിഷയം നിങ്ങൾ ഏറ്റെടുക്കുക. ഞാൻ ഈ ജോസേട്ടൻ്റെ നമ്പർ, എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജോസേട്ടൻ്റെ നമ്പർ തരാം. നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വിശ്വാസം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് പ്രതികരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം അവിടെ നാളെ മരണം സംഭവിച്ചതിന് ശേഷം അവിടെ ഇന്ന പ്രശ്നം ഉണ്ടായി, ഇന്ന ആൾ മരിച്ചു, ഇന്ന സംഭവം ഉണ്ടായി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നാളെ ഹാഷ്ടാഗ് ജസ്റ്റിസ് ഫോർ പൂക്കാട്ടുപടി എന്നതും ഹാഷ്ടാഗ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. ആ ഹാഷ്ടാഗ് ഇടാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. സോ അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സ് നമ്മളെ കൊണ്ട് സാധിക്കും. സോ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വിഷയമായിട്ട് എടുക്കുക. ഇന്ന് അവിടെയാണെങ്കിൽ നാളെ നമ്മുടെ ചുറ്റുപാടുമായിരിക്കാം. അങ്ങനെ കണ്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക്